രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി 2000 റൺസും 200 വിക്കറ്റും നേടിയ താരം. പ്രതിഭയുണ്ടായിട്ടും ദൗർഭാഗ്യം കൊണ്ട് മാത്രം ഇന്ത്യൻ ദേശീയ ടീമിൽ കളിക്കാൻ കഴിയാതെ പോയ ഓൾറൗണ്ടർ. അനിൽ കുംബ്ലെയെ മാറ്റി നിർത്താൻ തയ്യാറാകാതിരുന്ന സെലക്ടർമാരാൽ നിരന്തരം തഴയപ്പെട്ട വലം കയ്യൻ ലെഗ് സ്പിന്നർ. 1988 മുതൽ 2004 വരെ നീണ്ട കരിയറിന് ശേഷം അമ്പയറിംഗിലേക്ക് തിരിഞ്ഞ ക്രിക്കറ്റർ. ICC അമ്പയർമാരുടെ എലീറ്റ് പാനലിൽ അംഗം. കേരളത്തിൻ്റെ സ്വന്തം അനന്തൻ KN അനന്തപത്മനാഭൻ. 1998 ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഇന്ത്യൻ പര്യടനത്തിനിടെ ഇന്ത്യൻ A ടീമുമായി ഒരു മാച്ച് നടക്കുന്നു. ഓസ്ട്രേലിയൻ വൈസ് ക്യാപ്റ്റൻ സ്റ്റീവ് വോ, റിക്കി പോണ്ടിംഗ്, ഡാരൻ ലേമാൻ എന്നിവരുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് മലയാളി ഓൾറൗണ്ടറായ KN അനന്തപത്മനാഭൻ തൻ്റെ പ്രതിഭ അറിയിക്കുന്നു. 1999 പാകിസ്ഥാനുമായുള്ള മാച്ചിൽ 5 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് രാജ്യാന്തര ക്രിക്കറ്റിന് ഒരു വാഗ്ദാനമാണ് താനെന്ന് കളിയിലൂടെ അനന്തൻ പ്രഖ്യാപിക്കുന്നു. എന്നാൽ അതേ വർഷം ന്യൂഡൽഹി ടെസ്റ്റിൽ പാകിസ്ഥാന്റെ 10 വിക്കറ്റുകൾ തെറിപ്പിച്ചുകൊണ്ട് അനിൽ കുംബ്ലെ താരമായപ്പോൾ അത് ദൗർഭാഗ്യമായത് അനന്തപത്മനാഭനാണ്. ക്രിക്കറ്റ് പ്ലെയർ എന്ന നിലയിൽ ദേശീയ ടീമിനൊപ്പം കളിക്കാൻ അനന്തന് പിന്നീട് ഒരിക്കലും അവസരം കിട്ടിയില്ല. രഞ്ജി ട്രോഫിയിൽ നീണ്ട 68 വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ കേരളം ആദ്യമായി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. തിരുവിതാംകൂർ കൊച്ചി ടീമിൽ നിന്ന് കേരളം എന്ന പേരിൽ ആദ്യമായി കളിക്കാനിറങ്ങിയപ്പോൾ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങിയിരുന്ന ടീമായിരുന്നു നമ്മുടേത്. ആ ദുഷ്പേര് മാറ്റിയെടുക്കാനും ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രസ്റ്റീജിയസ് ടൂർണമെന്റായ രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ ആദ്യമായി പ്രവേശിക്കാനും സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിലുള്ള കേരള ടീമിന് സാധിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന സെമിയിൽ ഗുജറാത്തിനെ, അതായത് സ്വന്തം നാട്ടിൽ എതിരാളിയെ സമനിലയിൽ തളച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ആ നേട്ടം. ഇതിനു മുൻപ് 2018-19 സീസണിൽ സെമിയിൽ എത്തിക്കൊണ്ടാണ് രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ കേരളം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. 2017-18 ക്വാർട്ടറിലും എത്തിയിരുന്നു. പടിപടിയായാണ് നമ്മുടെ സ്വന്തം ടീം മുൻനിരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിയിൽ കേരളം ആദ്യമായി ഒരു മികച്ച പ്രകടനം നടത്തിയത് 1994-95 സീസണിലായിരുന്നു. ദക്ഷിണ മേഖലയിലെ ടോപ്പറായി ആ സീസണിൽ പ്രീ ക്വാർട്ടർ വരെ എത്താൻ കേരളത്തിന് സാധിച്ചു. നീണ്ട 38 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു ആ നേട്ടം. അതിന് പിന്നിൽ ആരാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അന്നത്തെ കേരള ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന KN അനന്തപത്മനാഭൻ. പ്രതിഭയുണ്ടായിട്ടും ദൗർഭാഗ്യം കൊണ്ട് മാത്രം പ്രതീക്ഷിച്ച ഉയരത്തിലെത്താൻ കഴിയാതെ പോയ മലയാളി ഓൾറൗണ്ടർ ഇന്ന് രാജ്യാന്തര ക്രിക്കറ്റിൽ അമ്പയറായി തിളങ്ങുന്നുണ്ടെങ്കിലും ഇന്ത്യൻ A ടീമിനൊപ്പം മാത്രം കളിക്കാനേ ഒരു പ്ലെയർ എന്ന നിലയിലുള്ള കരിയറിൽ അനന്തപത്മനാഭന് കഴിഞ്ഞുള്ളൂ. കാരണങ്ങൾ പലതുണ്ടാകാം. ദേശീയ ടീമിൽ തിരഞ്ഞെടുക്കപ്പെടാതിരിക്കാനുള്ള പല കാരണങ്ങളിലൊന്നായി മലയാളി എന്ന ലേബലും മാറിയിരുന്നിരിക്കാം. കേരളത്തിൽ നിന്നുള്ള താരങ്ങളുടെ പ്രതിഭ കാണാൻ ഉത്തരേന്ത്യൻ സെലക്ടർമാർക്ക് കണ്ണുണ്ടായിരുന്നില്ല എന്ന വിമർശനം അന്നും ഉണ്ടായിരുന്നു. ഒരു ടീമിൽ 2 വലങ്കയ്യൻ ലെഗ് സ്പിന്നർമാർ വേണ്ടെന്നായിരുന്നു സെലക്ടർമാരുടെ തീരുമാനം. ഒരിക്കൽ പോലും ആ തീരുമാനത്തിന് ഇളക്കമുണ്ടായില്ല. കുംബ്ലെ മാത്രം ടീമിൽ തുടർന്നു. 105 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരങ്ങളാണ് അനന്തപത്മനാഭൻ കളിച്ചത്. അവയിൽ നിന്നായി 2891 റൺസും 344 വിക്കറ്റും അനന്തൻ നേടി. 2 ഡബിൾ സെഞ്ചുറികളടക്കം 3 സെഞ്ചുറികൾ. കേരളത്തിന് വേണ്ടി രഞ്ജിയിൽ 2000 റൺസും 200 വിക്കറ്റും നേടിയ ആദ്യ താരമെന്ന നേട്ടം. 54 A ലിസ്റ്റ് മത്സരങ്ങളും അനന്തൻ കളിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന 1990കളുടെ അവസാന കാലഘട്ടത്തിൽ ദേശീയ ടീമിൽ കാര്യമായ അഴിച്ചുപണികൾക്ക് BCCI തയ്യാറായിരുന്നില്ല. അതും അനന്തൻ്റെ കരിയറിനെയാണ് ബാധിച്ചത്. 2004 റിട്ടയർ ചെയ്ത അനന്തൻ പക്ഷേ ക്രിക്കറ്റ് ഉപേക്ഷിച്ചില്ല. അമ്പയറിംഗിലേക്കാണ് അദ്ദേഹം തിരിഞ്ഞത്. 2008 ആഭ്യന്തര ക്രിക്കറ്റിൽ അമ്പയറായി തുടങ്ങിയ അനന്തൻ 2016 മുതൽ IPLലും കളി നിയന്ത്രിച്ചു. 2020 ഓഗസ്റ്റിൽ ICC രാജ്യാന്തര അമ്പയർമാരുടെ എലീറ്റ് പാനലിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 മാർച്ചിൽ ആദ്യമായി രാജ്യാന്തര ഏകദിനം നിയന്ത്രിക്കാനിറങ്ങിയപ്പോൾ ഗ്രൗണ്ടിൽ ഇന്ത്യയും ഇംഗ്ലണ്ടുമായിരുന്നു ഏറ്റുമുട്ടിയത്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിൻ്റെ സാന്നിധ്യം അറിയിച്ച ക്യാപ്റ്റനായിരുന്നു അനന്തൻ. കഴിവും പ്രതിഭയും ഉണ്ടായിരുന്നിട്ടും ദേശീയ ടീമിലെത്താൻ ഭാഗ്യമില്ലാതെ പോയ താരം. എങ്കിലും ആ ദൗർഭാഗ്യത്തോട് സ്വന്തം പ്രതിഭ കൊണ്ട് പകരം വീട്ടുന്ന അനന്തനെയാണ് അമ്പയർ എന്ന 2ാം സ്പെല്ലിൽ നമുക്ക് കാണാനാകുന്നത്.